പത്മരാജൻ സാറിന്റെ ഒരു സിനിമയില് ചേച്ചിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കഥാപാത്രം അത് മാറി ആ, ചേച്ചി വേറൊരു കഥാപാത്രം ചെയ്യേണ്ടതായിട്ട് വന്നു. അതെ അതെ. ആ ചേച്ചിക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന ആ കഥാപാത്രമായിരുന്നു ഞാൻ ശരിക്കും ചെയ്തിരുന്നതെങ്കിൽ ആ, നിങ്ങൾ ഇന്നിപ്പോൾ കാണുന്ന തെസ്നിക്കാൻ വേറെ ലെവലിന്റെ വന്നു ആർക്കറിയാം. അല്ലേ? ചേച്ചി അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ചേച്ചി ആ ഒരു കഥാപാത്രം ചേച്ചിയിലേക്ക് എത്താത്തതിൽ വിഷമം ഇപ്പോഴും ഉണ്ടോ? ഇല്ല, എന്താന്ന് വെച്ചാ അന്ന് വിഷമം ഉണ്ടായിരുന്നു, അന്ന് കരഞ്ഞു. ഉം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ വിഷമമില്ല. ഇല്ല. എന്താന്നറിയോ? ആ. സാറ് ചെയ്തതാണ് കറക്റ്റ്. ആ കഥാപാത്രം എന്ന് പറയുന്നത് തിലകൻ സാറിന്റെ വീട്ടിലെ കാര്യസ്ഥിയാണ്. ഉം. നോക്കുന്ന നല്ല ഗ്ലാമർ ഉള്ള ഒരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞില്ലേ ആ. പണ്ട് ഞാൻ ഈ മെലിഞ്ഞ് ഉം. ഉണങ്ങിയിരിക്കുന്ന ഒരാളാണെന്ന്. സത്യം പറഞ്ഞ സാറ് എന്നെ തെസ്നിക്ക് നല്ല റോള് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ല റോള് കൊടുക്കാന്ന് ഉദ്ദേശിച്ച് തന്നിട്ട് പെട്ടെന്നൊരു റെക്കമെൻഡേഷന്റെ പുറത്ത് വേറെ എന്നേലും നല്ല ഗ്ലാമറും കാണാൻ മിടുക്കിയ ഒരു കുട്ടി വന്നപ്പോ എന്നെ പറഞ്ഞ് നിർത്താം. ഉം. ഞാൻ വന്നിട്ടേ ഉള്ളൂ സിനിമയില്. ഉം. അപ്പൊ എന്നെ പറഞ്ഞ് നിർത്താം, മൊക്കെ ഇനിയും ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലത് കിട്ടും. അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്ത ആൾ അത്രയ്ക്കും ഗംഭീരമായ ഒരാളായതുകൊണ്ട് തട്ടി നീക്കാൻ പറ്റാത്തൊരവസ്ഥയും എന്നോട് പറഞ്ഞു നിർത്താമെന്നുള്ള രീതി ആയതുകൊണ്ട് മാത്രമാണ് പത്മനാഭൻ സാർ അങ്ങനെ ചെയ്തത്.